ഇന്ത്യ രാജ്യത്തിന് ശത്രുക്കളേറെയാണ്. ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള പല ശത്രുക്കളും ഒന്നിനു പുറകെ ഒന്നായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈയിടെയായി നാം ഒരുപാട് കാണുന്നുണ്ട്. ഈ കൊലകൾ നടക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ്. അതിപ്പോൾ പാകിസ്ഥാനായാലും കാനഡയായാലും ഇന്ത്യക്കെതിരെ ആരെവിടെ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്താലും അവർക്ക് തൊട്ടുപുറകെ ഇന്ത്യയുടെ ചുണക്കുട്ടികളുണ്ട്. അവർ ആരെന്നോ അവരുടെ മോഡസ് ഓഫ് ഒപ്രാൻഡിയോ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അവരെ അജ്ഞാതർ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്നു. ഒരു അജ്ഞാതനെയെങ്കിലും നേരിട്ട് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ഈ അടുത്ത കാലത്താണ് നമ്മൾ ഈ പറഞ്ഞ അജ്ഞാതരിൽ ഒരാൾ പബ്ലിക് ലൈംലൈറ്റിലേക്ക് വരുന്നത്. അദ്ദേഹം സേവനമനുഷ്ഠിക്കാത്ത സേനാ വിഭാഗങ്ങളോ ഏറ്റെടുക്കാത്ത മിഷനുകളോ ഇല്ല. ലോകത്തിലെ തന്നെ മികച്ച സ്നൈപ്പർമാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച കമാൻഡോകളിൽ ഒരാൾ. എന്തിനേറെ ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘടനയായ റോയുടെ മോസ്റ്റ് ഡേഞ്ചറസ് ഹിറ്റ്മാൻ. പറഞ്ഞു വരുന്നത് ലക്ഷ്മൺ സിംഗ് ബിഷ്ട് അഥവാ ലക്കി ബിഷ്ടിനെ കുറിച്ചാണ്. ഉത്തരാഖണ്ഡിലെ ഇന്ത്യൻ ആർമി പാരമ്പര്യമുള്ള ഒരു വീട്ടിൽ 1988 ലക്കിയുടെ ജനനം. പഠനകാലത്ത് മുതലേ ഇന്ത്യൻ ആർമിയായിരുന്നു ലക്കിയുടെ ലക്ഷ്യം. 2003 തന്റെ 17-ാം വയസ്സിൽ ലക്കി ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു. ഈ ചെറുപ്രായത്തിൽ തന്നെ ലക്കി ബിഷ്ടിനെ ഇന്ത്യൻ ആർമി ട്രെയിനിങ്ങിനായി ഇസ്രായേലിലേക്ക് അയച്ചു. വിഖ്യാതമായ ചാരസംഘടന മൊസാദിന് കീഴിൽ 2.5 വർഷത്തെ എസ്പിയോണേജ് ആൻഡ് കമാൻഡോ ട്രെയിനിങ്. മൊസാദ് പരിശീലനം കൊടുത്ത ആരും തന്നെ മോശമാകാനിടയില്ലല്ലോ. 2009 ഇന്ത്യയിലെ ഏറ്റവും മികച്ച NSG കമാൻഡോയായി ലക്കി ബിഷ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് LK അദ്വാനി, ചന്ദ്രബാബു നായിഡു, നരേന്ദ്രമോദി, തരുൺ ഗോഗെ തുടങ്ങിയ പ്രധാന നേതാക്കളുടെ സുരക്ഷാ ചുമതലയുള്ള SPGയുടെ ലീഡറായി. ഇതേ സമയം റോയ് ആകട്ടെ ലക്കി ബിഷ്ടിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. കൊല്ലപ്പെടേണ്ടയാൾ റോയുടെ തന്നെ ഒരു ഹൈ റാങ്കിംഗ് ഒഫീഷ്യൽ ആയിരുന്നു. വിദേശ രാജ്യത്ത് റോയുടെ നെറ്റ്വർക്ക് വിപുലീകരിക്കാൻ ചുമതലപ്പെട്ട ആ ഉദ്യോഗസ്ഥൻ കോടികൾ ഫണ്ടിംഗ് ലഭിച്ചതോടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനായി ഡബിൾ ഏജന്റായി മാറി. കൂടെയുള്ളവരെ ശത്രു രാജ്യത്തിന്റെ ചാരസംഘടനയ്ക്ക് ഒറ്റുകൊടുത്തു. 3 പേരുടെ ജീവൻ ത്യജിക്കപ്പെട്ട ആ സംഭവത്തിന് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇന്ത്യൻ ആർമി, NSG, SPG, ആസം റൈഫിൾസ് തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ പ്രവൃത്തി പരിചയം നേടിയ ലക്കിയെ തേടി ഒടുവിൽ റോയുടെ വിലയെത്തി. റോയുടെ ഉദ്യമം അങ്ങേയറ്റം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. നമ്മുടെ അയൽ രാജ്യത്തിനുള്ളിൽ കയറിപ്പറ്റണം, ഒരു ടീം സെറ്റ് ചെയ്യണം, ടാർഗറ്റിനെ നാമാവശേഷമാക്കി. ഏജന്റ് ലിമ എന്ന കോഡ് നെയിമിൽ റോയിലേക്ക് ലക്കിയുടെ ഇറങ്ങി. പിടിക്കപ്പെട്ടാൽ മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും ലക്കിയും ടീമും മിഷൻ ഏറ്റെടുത്തു. മാസങ്ങൾ നീണ്ട നിരവധി ഓപ്പറേഷനുകൾ. ടാർഗറ്റിനെ പോയിന്റ് ബ്ലാങ്കിൽ കിട്ടാനായി 72 മണിക്കൂർ വരെയൊക്കെ ഇരുന്ന ചരിത്രം ലക്കിക്കുണ്ട്. 12ഓളം ശത്രുക്കളെ ലക്കിയും ടീമും കാലാപുരി കഴിച്ചു. റോയുടെ സൂപ്പർ ഹീറോ ഹിറ്റ്മാനായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ലക്കിക്ക് പക്ഷേ സമയമത്ര നല്ലതായിരുന്നില്ല. ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട 2 ക്രിമിനൽ ഗുണ്ടാ നേതാക്കൾ ഒറ്റ ബുള്ളറ്റിൽ തലയോട്ടികൾ ചിതറിത്തിയിരുന്നു. കേസ് അന്വേഷിച്ച പോലീസിന് ഒരു കാര്യം വ്യക്തമായി: പണിയറിയാവുന്ന ഒരു സ്നൈപ്പർക്ക് ഇത് സാധിക്കും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ലക്കിയെന്ന് അവർക്കുറപ്പായിരുന്നു. 3 ദിവസം അവർ ലക്കിയെ കസ്റ്റഡിയിൽ വെച്ചു. 3 ദിവസവും പോലീസ് ലക്കിയോട് ചോദിച്ചത് ഒരേ ഒരു ചോദ്യം: കൊന്നത് നീയെന്ന് ഞങ്ങൾക്കുറപ്പാണ്, മോട്ടീവ് എന്തെന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. കുറ്റം നിഷേധിച്ചെങ്കിലും ലക്കി ജയിലിലായി. ജയിലർമാരിൽ നിന്നും മറ്റു തടവുകാരിൽ നിന്നും ജീവന ഭീഷണികൾ വരെ ഉണ്ടായി. ലക്കിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഇതിനേക്കാൾ 100 ഇരട്ടി ഭയാനകമായ സാഹചര്യങ്ങളിൽ മരണം മുന്നിൽ കണ്ടു നിന്നവനാണ് ഞാൻ. എന്റെ കൈപ്പാടകലത്തിൽ എന്റെ റേഞ്ചിൽ കിട്ടിയാൽ എന്റെ ഈ 2 കൈകൾ കൊണ്ട് ഒരാളെ കൊല്ലുവാൻ എനിക്ക് 4-5 സെക്കൻഡുകൾ ധാരാളം. ഇതോടെ ജയിലിലും ലക്കി ആധിപത്യം നേടി. ഒടുവിൽ 4 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം കുറ്റവിമുക്തനായ ലക്കി സർവീസിൽ തിരിച്ചു കയറി. 2018 സർവീസിൽ നിന്നും വിരമിച്ച ലക്കിയുടെ ജീവിതകഥ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിമിനൽ ജേർണലിസ്റ്റായ ഹുസൈൻ സെയ്ദിയുടെ പുസ്തകങ്ങളിലൂടെ പുറം ലോകം അറിയാൻ തുടങ്ങി. റിട്ടയർമെന്റ് ജീവിതത്തിൽ തന്റെ അനുഭവങ്ങളെ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരുന്ന തിരക്കിലാണ് ലക്കി ഇപ്പോൾ. പണമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായി ഒട്ടനവധി അജ്ഞാതരായ പോരാളികൾ നമുക്കിന്നുണ്ട്. അവർക്കൊക്കെ പ്രചോദനമായ ലക്കി ബിഷ്ടിനെ പോലുള്ള യഥാർത്ഥ സൂപ്പർ ഹീറോകൾക്ക് സ്റ്റുഡിയോ 7 ടീമിന്റെ അഭിവാദ്യങ്ങൾ.